ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം. SS മീഡിയയുടെ ഓൺലൈൻ PSC കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളൊരു പുതിയ രീതിയിലാണ് ഇപ്പോൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അരുണാചൽ പ്രദേശ് കൂടി ആഡ് ചെയ്താണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ലാസ്റ്റ് എഡിഷൻ ഇന്നാണ്. ഇതിൻ്റെ കറണ്ട് അഫയേഴ്സിന് ശേഷമാണ് അരുണാചൽ പ്രദേശിൻ്റെ GK ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരുന്ന ശനിയാഴ്ച മുതൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഒരു ലൈവ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 7 മണിക്കാണ് ലൈവ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് വൈകിട്ട് 7 മണിക്കാണ് ശനിയാഴ്ച. അപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും നമ്മളിനി പ്രീവിയസ് LDC PSC ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: INS വിരാട് എന്ന വിമാനവാഹിനി കപ്പൽ എന്നാണ് ഡീകമ്മീഷൻ ചെയ്തത്? നമുക്കറിയാം INS വിരാട് ഇനി ഓർമ്മയാകുകയാണ് അല്ലേ. അത് പൊളിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു മ്യൂസിയം ആക്കണമെന്നൊക്കെ ഒരുപാട് പേർ അഭിപ്രായപ്പെട്ടുവെങ്കിലും അതൊന്നും മാനിക്കാതെ അത് സ്ക്രാപ്പ് ചെയ്യുവാൻ വേണ്ടി പൊളിച്ചെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്നാണ് ഡീകമ്മീഷൻ ചെയ്തത്? 2017 മാർച്ചിനാണ് ഇത് ഡീകമ്മീഷൻ ചെയ്തത്. ശ്രദ്ധിക്കുക, 2017 മാർച്ചിനാണ് ഇത് ഡീകമ്മീഷൻ ചെയ്തത്. ഇതിന്റെ പഴയ പേര് HMS ഹെർമസ് എന്നായിരുന്നു. ഇത് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ഇതൊരു ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലായിരുന്നു. ബ്രിട്ടീഷ് നേവിയുടെ കീഴിൽ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു ഈ INS വിരാട്. മുൻപ് ഏകദേശം 25 വർഷം ബ്രിട്ടീഷ് നേവിയുടെ കീഴിൽ ഏകദേശം 1954 മുതൽ 84 വരെ കാലഘട്ടത്തിൽ ഇത് ബ്രിട്ടീഷ് നേവിയുടെ ഭാഗമായിരുന്നു INS വിരാട്. അന്ന് ഇതിന്റെ പേര് എന്ന് പറയുന്നത് HMS ഹെർമസ് എന്നായിരുന്നു. HMS ഹെർമസ് എന്നായിരുന്നു അന്ന് ഇതിന്റെ പേര്. എന്നാൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുന്നത് 1987 മെയ്യിലാണ് ഇത് ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുന്നത്. ശ്രദ്ധിക്കുക, അപ്പോൾ 25 വർഷം ബ്രിട്ടീഷ് നേവിയുടെ ഭാഗമായിരുന്നു 1959 മുതൽ 84 വരെ. ഇന്ത്യയിലേക്ക് വന്നത് 1987 മെയ്യിലാണ്. അപ്പോൾ ആ INS വിരാട് എന്ന് പറഞ്ഞ പുതിയ ആ വിമാനവാഹിനി കപ്പലാണ് ഇപ്പോൾ 2017 ഡീകമ്മീഷൻ ചെയ്തു. ഇപ്പോൾ അത് ഗുജറാത്തിലെ അലങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ഇത് സ്ക്രബ് ചെയ്യാൻ വേണ്ടി അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഏകദേശം 38.54 കോടി രൂപയ്ക്കാണ് അവരത് വാങ്ങിയിരിക്കുന്നത് സ്ക്രബ് ചെയ്യാൻ വേണ്ടി. ഏകദേശം 9 മുതൽ 10 മാസം വരെ ഇത് പൊളിച്ചെടുക്കുവാൻ വേണ്ടി സമയമെടുക്കുന്നതാണ്. ഏകദേശം 10 മാസത്തോളം വേണ്ടി വരും ഇത് പൂർണ്ണമായിട്ട് പൊളിച്ച് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ 38.54 കോടിക്കാണ് ഇത് അവർ വാങ്ങിയിരിക്കുന്നത് ഗുജറാത്തിൽ. ഇപ്പോൾ മുംബൈയിലാണ് ഈ ഷിപ്പ് ഉള്ളത്. ഇവിടെ നിന്ന് ഗുജറാത്തിലേക്ക് ഇത് കൊണ്ടുപോകും. അപ്പോൾ ഇത്രയാണ് ഈ INS വിരാടുമായി ബന്ധപ്പെട്ട ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും. ഇനി അടുത്ത ചോദ്യം: 2020 അമേരിക്കയിലെ പ്രസിഡന്റ് ആകാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അല്ലേ. അതിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥി നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ആരാണത്? ഡൊണാൾഡ് ട്രംപ് ആണ് അല്ലേ. ഡൊണാൾഡ് ട്രംപ് ഇത് 2ാമത്തെ വർഷമാണ്. അമേരിക്കയെ സംബന്ധിച്ച് പ്രസിഡന്റ് കാലാവധി 4 വർഷമാണ്. ഒരാൾക്ക് 2 തവണ മാത്രമേ ആകാൻ കഴിയൂ. ഇപ്പോൾ ട്രംപ് ഇത് 2ാമത്തെ തവണ മത്സരിക്കുവാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 4 വർഷമാണ് കാലാവധി. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കാലാവധി 4 വർഷമാണ്. ഇത് 2ാം തവണയാണ് ഡൊണാൾഡ് ട്രംപ് മത്സരിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങുന്നത്. ഇനി അടുത്ത ചോദ്യം: 2020 ഓഗസ്റ്റിൽ ടേബിൾ ടെന്നീസിൽ നിന്നും വിരമിച്ച ഒരു വനിതാ താരമുണ്ട്. അപ്പോൾ ഒരു വനിതാ താരം ഈ ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ഒരു വനിതാ താരം ടേബിൾ ടെന്നീസ് താരം വിരമിച്ചു. പേരാണ് പോലമി ഗെദക് എന്നാണ് വനിതാ താരത്തിന്റെ പേര്. നമുക്കറിയാം 2006 കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത താരമാണ് പോലമി ഗെദക് എന്ന് പറയുന്നത്. അതുപോലെ സിഡ്നി ഒളിമ്പിക്സിൽ തന്റെ 16 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ഈ പോലമി ഗെദക് പങ്കെടുക്കുന്നത്. സിഡ്നി ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് 16 വയസ്സുണ്ടായിരുന്നപ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ ഓഗസ്റ്റിൽ വിരമിച്ച ടേബിൾ ടെന്നീസ് താരമാരാണ് പോലമി ഗെദക്. അടുത്ത ചോദ്യം ഇതാണ്: ലോക ജലവാരാചരണം എന്നാണ്. അപ്പോൾ ഓഗസ്റ്റ് 24 മുതൽ 28 വരെയാണ് ലോക ജലവാരാചരണം ആചരിക്കുന്നത്. 1991 മുതലാണ് ജലവാരാചരണം ആചരിക്കുവാൻ വേണ്ടി തുടങ്ങിയത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആക്സിലറേഷൻ ആക്ഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. അപ്പോൾ ഇതിന്റെ തീം ശ്രദ്ധിക്കുക:
വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആക്സിലറേഷൻ ആക്ഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ലോക ജലവാരാചരണം എന്നാണ് ഓഗസ്റ്റ് 24 മുതൽ 28 വരെയാണ്. ഇനി ക്രിക്കറ്റിൽ 600 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ജെയിംസ് ആൻഡേഴ്സൺ ആണ്. അപ്പോൾ ജെയിംസ് ആൻഡേഴ്സൺ ആണ് ക്രിക്കറ്റിൽ 600 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ. അപ്പോൾ ഇദ്ദേഹം ഇംഗ്ലണ്ടിന്റെ കളിക്കാരനാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ കളിക്കാരനാണ്. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ടെസ്റ്റിലാണ് ഈ നേട്ടം ഇദ്ദേഹം കൊയ്തത്. ഇദ്ദേഹം 4ാമത്തെ ബൗളറാണ് അല്ലേ. അപ്പോൾ 4ാമത്തെ ബൗളറാകുമ്പോൾ ആദ്യം 3 ബൗളർമാർ നമ്മൾ പഠിക്കണം. ആദ്യം 3 പേരും സ്പിന്നർമാരാണ്. 800 വിക്കറ്റ് തികച്ച മുത്തയ്യ മുരളീധരനാണ് ടോപ്പ്. അതുപോലെ 708 വിക്കറ്റ് മുത്തയ്യ മുരളീധരൻ ശ്രീലങ്കയുടെ താരമാണ്. ഓസ്ട്രേലിയയുടെ ഷെയ്ൻ വോൺ ആണ് 708 വിക്കറ്റ് തികച്ച് രണ്ടാമത് നിൽക്കുന്നത്. ഇന്ത്യയുടെ അനിൽ കുംബ്ലെ 619 വിക്കറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇദ്ദേഹം 156 ടെസ്റ്റിൽ നിന്നാണ് ജെയിംസ് ആൻഡേഴ്സൺ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്, 600 വിക്കറ്റ്. അപ്പോൾ ആദ്യ പേസ് ബൗളർ ആരാണ്? ഫാസ്റ്റ് ബൗളർ എന്ന് പറയുന്നത് ജെയിംസ് ആൻഡേഴ്സൺ ആണ്, ഇംഗ്ലണ്ട് താരമാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നമ്മൾ അടുത്ത് GK പോകുന്നു. അരുണാചൽ പ്രദേശിന്റെ ബാക്കി ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഇന്ന് തന്നെ കവർ ചെയ്യുകയാണ്. ഒന്നാമത്തെ ചോദ്യം, അരുണാചൽ പ്രദേശിന് ടിബറ്റിൽ നിന്നും വേർതിരിക്കുന്ന രേഖ മക്മോഹൻ ലൈനാണ്. അരുണാചൽ പ്രദേശിലെ പ്രധാന നദികൾ ഏതൊക്കെയെന്നാണ്? ബ്രഹ്മപുത്രയും അതുപോലെ ലോഹിത്, സുബാൻസിരിയാണ്. അതുപോലെ ചെറിയ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഇറ്റാനഗറിനെയാണ് ചെറിയ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. ശ്രദ്ധിക്കുക, പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അതുപോലെ ഇന്ത്യയിലെ 50ാമത്തെ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാംലാങ്ങിലാണ്. അത് അരുണാചൽ പ്രദേശിലെ കാംലാങ് ആണ് ഇന്ത്യയിലെ 50ാമത്തെ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് അരുണാചൽ പ്രദേശിലെ പുതിയ നഗരം കാംലെ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ ഒരു പുതിയതായി രൂപം കൊണ്ട നഗരമാണ് കാംലെ. ഈ ക്യാബിനറ്റ് സംവിധാനം ആദ്യമായിട്ട് നടപ്പിലാക്കിയ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഈ ക്യാബിനറ്റ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാര കേന്ദ്രം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാര കേന്ദ്രമാണ് അത് അരുണാചൽ പ്രദേശാണ്. അതുപോലെ ഹോം ഗാർഡുകൾ നിലവിലില്ലാത്ത ഏക സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ശ്രദ്ധിക്കുക, ഹോം ഗാർഡുകൾ നിലവിലില്ലാത്ത ഏക സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഹിമാലയത്തിൽ ഭാഗികമായും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അപ്പോൾ ഹിമാലയത്തിൽ ഭാഗികമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേര് ദഹാങ് എന്നാണ്. അപ്പോൾ ദഹാങ് എന്നാണ് അരുണാചൽ പ്രദേശിലെ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്നത്. അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഇന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 5 തവണ കിരീടം നേടിയ ടീം ഏതാണെന്നാണ്. അപ്പോൾ ബയൺ മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്ക് തന്നെയാണ് 2020 ചാമ്പ്യന്മാരും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. ഇന്നത്തെ ചോദ്യം ഇതാണ്, നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റോപ്പ് വേ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റോപ്പ് വേ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് വീഡിയോയുടെ തൊട്ടു താഴെ കമൻറ്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.